ഇവനെ ആരെങ്കിലും തൊട്ടാൽ അവൻ അലർജിയായി മാറും. ബട്ട് അവൻ്റെ കയ്യിൽ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരിക്കും. ഉടനെ തന്നെ അവനത് ശരീരത്തിൽ കുത്തിവയ്ക്കും. ഇവനൊരു ബിസിനസ്മാനാണ്. ഇവൻ തനിച്ചാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. അങ്ങനെ ഇവനൊരു പെണ്ണ് പാഴ്സൽ കൊണ്ടു കൊടുക്കുകയാണ്. അവനൊരു കാറിലിരിക്കുകയാണ്. ആരെയും ടച്ച് ചെയ്യാനും അവന് പാടില്ല. അവളോട് അത് വണ്ടിയുടെ ബാക്ക് സൈഡിൽ വെച്ചോളാൻ പറയുകയാണ്. അതിനുശേഷം അവൻ ആ പാഴ്സൽ എടുത്ത് നോക്കുകയാണ്. എന്നാൽ ആ ബോക്സിൽ എന്തോ പറ്റി പിടിച്ചിരിക്കുന്നത് പോലെ തോന്നുകയാണ്. കടയിൽ നിന്നും അവൾ പാഴ്സൽ എടുക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ ഫുഡ് അറിയാതെ ആ ബോക്സിൽ ടച്ച് ചെയ്തായിരുന്നു. എന്നാൽ തനിക്ക് അലർജിക്കായതിനാൽ പൈസ തരാൻ തയ്യാറല്ല എന്ന് അവൻ പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അടികൂടാണ്. അവൻ കാർ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ആ പെണ്ണ് നിലത്ത് വീണ് കിടക്കുന്നത് കാണാണ്. അങ്ങനെ അവൻ കാർ നിർത്തി ചെന്ന് നോക്കുകയാണ്. പക്ഷേ അവൾ മയങ്ങി കിടക്കുന്ന പോലെ ആക്ട് ചെയ്ത് കിടക്കുകയായിരുന്നു. അവൾ അവൻ്റെ കാലിൽ പിടിച്ച് വലിച്ച് നിലത്തേക്ക് ഇടാൻ നോക്കുകയാണ്. അവൻ അവളെ തട്ടി മാറ്റി കാറിനുള്ളിലേക്ക് ഓടിക്കയറുകയാണ്. എന്നാൽ അവൾ ഓടി വന്ന് അവൻ്റെ കഴുത്തിൽ പിടിക്കുകയാണ്. അവൾ അവനെ തൊട്ടത് കാരണം അവന് അലർജി ആവും. പെട്ടെന്ന് അവൻ അവളെ തട്ടി മാറ്റി കാർ എടുത്തു പോയി ഇഞ്ചക്ഷൻ എടുക്കാൻ നോക്കുകയാണ്. അടുത്ത ദിവസം ഇവൻ്റെ വീട്ടിൽ ഒരു ഡ്രോൺ വന്ന് വീഴുകയാണ്. അതിലൊരു പാഴ്സലുമുണ്ട്. നോക്കുമ്പോൾ അതിലൊരു പെൻഡ്രൈവ് ആയിരുന്നു. അവനത് വർക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിലൊരു റോബോട്ട് വീഡിയോ ആയിരുന്നു. ഇവനാണെങ്കിൽ പുതിയൊരു കമ്പനി വാങ്ങുവാണ്. അതിനുള്ളിൽ എന്താണെന്ന് നോക്കാൻ പോവാണ് അവൻ. അതൊരു ചെറിയ ഗോഡൗൺ മാതിരിയാണ്. അവൻ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ ഒരു റോബോട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നു. അവനത് ആ റോബോട്ടിനെ നന്നായിട്ട് ഇഷ്ടമാവുകയാണ്. അവൻ ആ റോബോട്ടിനെ നാളെ തന്നെ വാങ്ങണമെന്ന് പറയാണ്. അവിടുത്തെ സയൻറ്റിസ്റ്റ് അത് നേരെയാക്കുന്നതിനിടയിൽ ഒരു ഡ്രോപ്പ് അറിയാതെ റോബോട്ടിൻ്റെ മേലേക്ക് വീഴാണ്. അതങ്ങനെ എരിഞ്ഞു പോവാണ്. അത് റെഡിയാക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് സയൻറ്റിസ്റ്റിന് ഒരു ഐഡിയ തോന്നുന്നത്. ആ റോബോട്ട് സയൻറ്റിസ്റ്റിൻ്റെ എക്സ് ലവറെ പോലെയാണ് കാണാൻ. അങ്ങനെ സയൻറ്റിസ്റ്റ് അവളോട് റോബോട്ടായി ആക്ട് ചെയ്യാൻ വേണ്ടി പറയാണ്. അവൾക്ക് അതിനുള്ള പൈസ കൊടുക്കുകയാണ്. ബട്ട് അവൾ നോ പറയാണ്. പക്ഷെ അവൾക്ക് പൈസയുടെ ആവശ്യമുള്ളതിനാൽ ഓക്കെ പറയാണ്. അങ്ങനെ അവളെ ശരിക്കും റോബോട്ട് പോലെയാക്കി അവൻ്റെ വീട്ടിലേക്ക് അയക്കുകയാണ്. അവിടെ എത്തി ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ നീയോ എന്ന് ചോദിച്ചിട്ട് അവൾ അവനെ കണ്ട് ഒച്ച വയ്ക്കുകയാണ്.